കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങളുടെ വീട് സ്വർഗമാകട്ടെ, സ്വർഗം നമ്മളുടെ വീടായി മാറട്ടെ. ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നോടൊപ്പം കർത്താവിൻ്റെ ദാസൻ അഡ്വക്കേറ്റ് സാജൻ ബ്രദറുണ്ട്, കൂടാതെ സാബു ബ്രദറും ഫാമിലിയുണ്ട്. ഈ കുടുംബം ഒരു അത്ഭുത കുടുംബമാണ്. കോടതിയിൽ ഇവർ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്ത് പിരിയാൻ ഏതാനും നാളുകൾ മാത്രമുള്ളപ്പോൾ എങ്ങനെ യേശു വന്നപ്പോൾ ഒരു വീട് സ്വർഗമായി നോക്കണമെങ്കിൽ ഈ ഭവനത്തിലേക്ക് നോക്കിയാൽ മതി. മാത്രമല്ല അവർ ഒന്നിച്ച് ചേരുന്ന ആ മോമെൻറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ആളാ സാജൻ ബ്രദർ, കൂടാതെ അന്ന് സണ്ണി ബ്രദർ ഉണ്ടായിരുന്നു. അതൊരു വലിയ സംഭവമാണ്. അതിനെക്കുറിച്ച് സാബു ബ്രദർ ഒന്ന് പറയും. എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നതിൻ്റെ ഇടയിൽ 6 മാസത്തിനകമായി ഞങ്ങൾ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വരച്ചേർച്ച നഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ വിവാഹ വേർപെടുത്താൻ വേണ്ടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വലിയ പ്രശ്നങ്ങൾ വല്ലതും കൊണ്ടാണോ ഈ? ഇല്ലായിരുന്നു. വെറും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും മാത്രമേ. ചെറിയ കാര്യങ്ങൾ. പിന്നെ കാണുന്ന കാര്യങ്ങൾക്കെല്ലാം അത് വെറുപ്പായി തീരും. കാരണം ഒന്നിച്ച് ഭക്ഷണം ഇരിക്കുമ്പോൾ കഴിക്കാനിരിക്കുമ്പോൾ അത് ചിലപ്പം സൗണ്ട് ഒന്ന് വന്നാൽ അങ്ങനെയെല്ലാം സൗജന്യം അങ്ങനെ എതിരാകാൻ. അതായത് വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അതിന് മുമ്പ് നടന്ന സംഭവത്തെ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ബേസ് ചെയ്ത് ഇത് വിഷയങ്ങളായി. നിങ്ങൾ പിരിഞ്ഞേക്കാമെന്ന് തീരുമാനിച്ചത്? എന്നോടുള്ള ആ ബുദ്ധിമുട്ട് നിമിത്തം വീട്ടിലോട്ടൊന്ന് പോയിട്ട് ഒരാഴ്ച അവിടെ ചെന്ന് റെസ്റ്റൊക്കെ എടുത്തേച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് പോയത്. തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോയിട്ട് വീട്ടിൽ ചെന്ന് അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ ഇവിടുത്തെ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പം അങ്ങനാണെങ്കിൽ ഇനിയും ഒരുമിച്ച് ജീവിക്കണ്ട, പോകണ്ട എന്ന് അങ്ങനെ വീട്ടുകാരുടെ നിർബന്ധത്തിന് അവിടെ നിന്നു. പക്ഷേ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം ഞാൻ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നെന്ന് കേട്ടപ്പം സൂസന് അതിയായ സങ്കടമുണ്ടായി. അതേ തുടർന്ന് അവിടെ നിന്ന് പലരും വന്ന് സംസാരിക്കുകയും വേറെ പലരിലൂടെയും സംസാരിച്ച് ഒന്നാകാൻ ശ്രമിക്കുകയും ചെയ്തു. വീട്ടിൽ നിന്ന് ഡൈവോഴ്സിന് തീരുമാനിച്ചപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ വിട്ട് കരഞ്ഞു. കാരണം ഡൈവോഴ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ല അന്ന് ഡൈവോഴ്സ് എന്ന്. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും ഇനി പരസ്പരം കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അതെന്നെ ഒത്തിരി വേദനിപ്പിച്ച് കഴിഞ്ഞ് എന്നാലും വീട്ടുകാരുടെ തീരുമാനത്തിനനുസരിച്ച് ഡൈവോഴ്സ് അങ്ങ് കൊടുത്തു. പക്ഷേ അതുവരെ എനിക്ക് സാവിച്ചാരോട് സ്നേഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് താനും, പക്ഷേ ആ ഒരു വെറുപ്പ് ഉള്ളിൽ കിടപ്പുമുണ്ട്. അത് കഴിഞ്ഞ് ഡൈവോഴ്സ് ഇങ്ങനെ കേസ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളെ തമ്മിൽ ഇതിന് കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ വെച്ച് കൗൺസിലറുടെ മുന്നിൽ വെച്ച് ഒരുമിപ്പിക്കാനുള്ള കൗൺസിൽ കഴിഞ്ഞപ്പം ഞാൻ എനിക്ക് ഇനിയും ജീവനുണ്ടെങ്കിൽ ഇനി ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കത്തില്ല, ഒരുമിച്ച് ജീവിക്കുകയില്ല എന്ന് പറഞ്ഞു. അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞപ്പം അവർ വീണ്ടും അടുത്ത ഡേറ്റിന് വെച്ചു. ആ സമയത്തും ഞാൻ സമ്മതം മൂളിയാൽ സൂസൻ എൻ്റെ കൂടെ വന്നേനെ. പക്ഷേ അപ്പം എനിക്ക് എൻ്റെ ഹൃദയം അങ്ങ് കയ്പ് നിറഞ്ഞ് ഒരിക്കലും എനിക്ക് ജീവനുണ്ടെങ്കിൽ ഇനി ഒരുമിച്ച് ജീവിക്കുകയില്ല, എനിക്ക് ഇങ്ങനെ ഒരാളെ വേണ്ട, അങ്ങനെ തീരുമാനിച്ചു. തുടർന്ന് അടുത്ത കൗൺസിലിങ്ങിന് വെച്ചു. ആ കൗൺസിലിങ്ങിന് മുമ്പാണ് ഞാൻ ഇവിടെ സ്വർഗീയ വിരുന്നിൻ്റെ മീറ്റിങ്ങിൽ ഒരാളെന്നെ പറ്റി ഇതിനെപ്പറ്റി പറയുകയും സ്വർഗീയ വിരുന്നിൻ്റെ മീറ്റിങ്ങിൽ വന്ന് ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. മീറ്റിംഗ് നടക്കുന്നത് നാട്ടകത്ത്. എൻ്റെ വിവരങ്ങൾ കുടുംബത്തിൽ ഇതുപോലെ പ്രശ്നമുള്ളത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ കുടുംബജീവിതം ഒന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു താല്പര്യവുമില്ല. നേരത്തെ മുതലേ പ്രാർത്ഥനയും പാട്ടുമൊക്കെ താല്പര്യമായതുകൊണ്ട് ഇതിനകത്ത് വന്ന് ജോയിൻ ചെയ്തു.
ആ ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ആരാധനയിൽ വചന ശുശ്രൂഷയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അതുവരെ അനുഭവിക്കാൻ കഴിയാത്ത ഒരു സമാധാനവും സന്തോഷവും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ആ അനുഭവം വീണ്ടും എന്നെ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരാൻ പ്രേരിപ്പിച്ചു. ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ പ്രേരണയെ തുടർന്ന് ഞാൻ ആരാധനയിൽ പതിവായി വന്ന് സംബന്ധിക്കാൻ തുടങ്ങി. ഒരു 3 മാസം 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ പ്രാർത്ഥിച്ചില്ല. എൻ്റെ വിവരങ്ങൾ ഒരു മനുഷ്യനോടും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യയുമായി ഒന്നാകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കയ്പ് ഹൃദയത്തിൽ നിറഞ്ഞു നിന്നത് ഞാൻ പോലും അറിയാതെ ഒരു കൊടുങ്കാറ്റിൽ കരിയില പറക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൽ നിന്നങ്ങ് പറന്നു കർത്താവ് തൊട്ടു. അന്ന് എനിക്കറിയത്തില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. ഇന്ന് എനിക്കറിയാം യേശുക്രിസ്തുവിൻ്റെ സ്നേഹം, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ കല്ലായ അവസ്ഥ മാറി മാംസളമായ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഭാരമെല്ലാം മാറി. ആ ആരാധന മധ്യത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ അന്നേരം തന്നെ തീങ്കൽ മെഴുകുരുകുന്നത് പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ കല്ലായ അവസ്ഥ മാറി എൻ്റെ ഹൃദയത്തിൽ സ്നേഹം നിറയാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ എനിക്ക് ഭാര്യയുമായി ഒന്നാകണം, എൻ്റെ ഭാര്യയെ കാണണം, ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അന്ന് ഞാൻ തങ്കു ബ്രദറിനോട് ഈ വിവരം പറഞ്ഞു. എൻ്റെ കുടുംബജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ അന്ന് ആദ്യമായി തങ്കു ബ്രദറിനോട് ഈ വിവരം പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ആ നാളുകളിൽ ഞങ്ങളെ വന്ന് ആരാധിക്കുമ്പോൾ ഈ സഹോദരൻ്റെ ആരാധന വളരെ ഒരു പ്രത്യേകതയുള്ള ആരാധനയായിരുന്നു. അത് ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ അത് പെട്ടു. ചുറ്റുപാടൊന്നും നോക്കാതെ അതെ, പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. അപ്പോൾ ഈ സഹോദരനുമായിട്ടൊന്ന് പരിചയപ്പെടണമെന്നുള്ള ആഗ്രഹം വന്ന് ഞങ്ങളങ്ങനെ ഈ സഹോദരനുമായിട്ട് പരിചയപ്പെടുകയും വളരെ നല്ലൊരു ബന്ധം അവിടെ കൊണ്ടങ്ങ് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. വാസ്തവത്തിൽ ക്രിസ്തുവേശുവിലുള്ളൊരു സാഹോദര്യം അവിടെ തുടങ്ങി. അങ്ങനെ സാബു ബ്രദറിൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ അറിയാനിടയായി. ഈ ബന്ധം തകർന്നു നിൽക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ സഹോദരി എവിടെയാണെന്ന് അറിയില്ല. സഹോദരി ബാംഗ്ലൂർ എവിടെയോ നഴ്സിംഗ് കോളേജ് പഠിക്കുകയാണെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയിൽ വാസ്തവത്തിൽ അത്ഭുതകരമായിട്ടാണ് ഈ സഹോദരിയുടെ വെയറബൌട്ട്സ് ഈ ബ്രദറിനെ മനസ്സിലാക്കുന്നത്. എവിടെയാണെന്ന് അറിയത്തില്ല. 4 വർഷത്തിന് ശേഷം നേഴ്സിംഗ് ക്ലാസ് കഴിയുന്നതിന് 1 മാസം മുമ്പ് ബാംഗ്ലൂരിലുണ്ടെന്നുള്ളത് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാവിച്ച ഞാൻ 1 മാസം കൂടെ കഴിയുമ്പോൾ ക്ലാസ് കഴിയും ഫോൺ വിളിച്ചു. സാവിച്ച ലാസ്റ്റ് ഞാൻ പോരാൻ ഒരാഴ്ച കൂടെ ഉള്ളൂ. അപ്പോൾ എനിക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുക. ആ സമയം ഈ ഫോണിൻ്റെ ചാർജ് എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ സാവിച്ച ഒരു പ്രാവശ്യം ഇങ്ങനെ ഫോൺ വിളിച്ചു. ഈ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പരിചയമുള്ളൊരു സൗണ്ടാണല്ലോ. അപ്പോൾ എനിക്ക് സാവിച്ചാന്ന് മനസ്സിലായ ഉടനെ ഞാൻ ഈ ഫോൺ കട്ട് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സാവിച്ചാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, പക്ഷെ നീ ഈ ഫോൺ അറ്റൻഡ് ചെയ്ത് പറയണം, ഇങ്ങനെ ഒരു സൂസൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇല്ല. ആ ഉള്ള സൂസൻ ആ സമയമായപ്പോഴത്തേക്ക് സഹോദരിക്ക് ഇത് വേണ്ടെന്നായി. ആ സമയമായപ്പോൾ ഞാൻ പിന്നെ പൂർണ്ണമായി അങ്ങ് തന്നെയല്ല ബ്രദർ, ഇതിനകത്തൊരു വലിയ കാര്യം ശ്രദ്ധിച്ചില്ലേ? ഇത്രയും നാളും സാബു ബ്രദറിൻ്റെ ഹൃദയത്തെ പിശാച് കയ്പ് കൊണ്ട് നിറച്ചു. അദ്ദേഹം ദൈവസന്നിധി വന്നു. ആ കയ്പ് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഉരുകി മാറി. അപ്പോൾ പിശാച് പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ സഹോദരിയുടെ മേൽ. എനിക്ക് വേണ്ടെന്നായി. അങ്ങനെയാണ് നേഴ്സിങ്ങിന് ബാംഗ്ലൂർക്ക് പോകുന്നത്. അങ്ങനെ ആ ഫോൺ അറ്റൻഡ് ചെയ്ത് ഉടനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൂസനല്ല, അത് കണ്ണൂരുകാരി സൂസനാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒരിക്കലും ഒന്നാകാനല്ല, അവോയ്ഡ് എങ്ങനെയും ഡൈവോഴ്സ് കിട്ടുമെന്നുള്ള ആ ആഗ്രഹത്തിൽ ഞാൻ പറഞ്ഞു. അവിടുന്ന് രക്ഷപ്പെടണം. ആ കൂടിക്കാഴ്ചയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിന് എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നാട്ടിൽ വരുമ്പം നമുക്ക് ആലോചിക്കാം. ഞാനത് വിശ്വാസത്താൽ ഏറ്റെടുത്ത് നാട്ടിൽ വന്ന് തുടർന്ന് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അതായത് എൻ്റെ റൂമിൽ സായം ബ്രദർ മുമ്പ് പറഞ്ഞല്ലോ, ഒരു ബാച്ചിലർ ഭവനമായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇരുന്ന് ആരാധിക്കാൻ പറ്റിയ ഒരു ഭവനമായിരുന്നു. അങ്ങനെ എൻ്റെ ക്രമീകരണങ്ങളെല്ലാം വീട്ടിൽ ചെയ്തു വിശ്വാസത്താൽ. നാട്ടിൽ വന്നെന്ന് അറിഞ്ഞ് ഞാൻ വിളിക്കുകയും ഒരു സ്വർഗീയ വിരുന്നിൻ്റെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്, അതിനൊന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതേ തുടർന്ന് വീട്ടിലുള്ളവരുടെ നിർബന്ധത്തിൽ
സൂസൻ ഉൾപ്പെടെ ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുകയും അറ്റൻഡ് ചെയ്തിട്ട് തങ്കു ബ്രദറിനോട് വിവരങ്ങൾ പറഞ്ഞ് തങ്കു ബ്രദർ പ്രാർത്ഥിച്ച് തങ്കു ബ്രദർ പറഞ്ഞു, സഹോദരി ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എങ്ങോട്ടാണെന്നറിയത്തില്ല, ഇങ്ങനെ ഒരാളോടുകൂടെ പോകുന്നേ. അതിനു മുമ്പ് തങ്കു ബ്രദർ പ്രാർത്ഥിച്ച ഓരോ വിവരങ്ങൾ പറയും എന്നുള്ളൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. അതേ തുടർന്നിട്ട് തങ്കു ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പിരിഞ്ഞേക്കാൻ പറയും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ വന്നത്. അതിന് ആ സ്പെഷ്യൽ മീറ്റിങ്ങിന് വന്നത് തങ്കുവേർ അങ്ങനെ പറയും, എന്തായാലും ഇത് 4.5 വർഷം ഞങ്ങൾ മാറി നിന്നല്ലേ, ഒരിക്കലും യോജിക്കാൻ തങ്കുവേർ പറയത്തില്ല. ആ ഉറപ്പ് അത് കേൾക്കാൻ വേണ്ടി മാത്രം പ്രതീക്ഷയോടെ എന്നിട്ട് അതേ തുടർന്ന് തങ്കു ബ്രദർ പ്രാർത്ഥിച്ചേച്ച് പറഞ്ഞു, സഹോദരി ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പോകുന്നേ, ഇതെന്തോ പറച്ചില്ല എന്ന് മനസ്സിൽ ഓർത്തു. അമ്മയുടെ കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പം ഞാനും ആ ടെൻറ്റിനകത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പം തങ്കു ബ്രദർ പറഞ്ഞു, സഹോദരൻ ഇവിടെ നിന്ന് കറങ്ങാന്നോ, കൂടെ പാം വയ്യായോ. ആ സമയത്ത് സാബു ബ്രദറിനോട് തങ്കു ബ്രദർ ഇങ്ങനെ പറയുന്നത് ഞങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ ഈ സമയം വളരെ ക്രൂഷ്യലാണെന്ന് മനസ്സിലായി. ഞങ്ങൾ വേഗത്തിൽ സഹോദരനെ കൊണ്ട് സഹോദരിയുടെ വീട് അന്വേഷിച്ച് പോവുക. അപ്പോൾ ഈ വീട് ഞങ്ങൾക്ക് അറിയില്ല, സഹോദരിയെ കണ്ടിട്ട് പോലുമില്ല, സഹോദരിയുടെ ബന്ധുക്കളെ ആരെയും ഞങ്ങൾക്ക് ഒരു പരിചയവുമില്ല. പക്ഷേ ഞങ്ങൾ അവിടെ ആ വീട്ടിൽ ചെന്നു. പ്രാർത്ഥനയോടെ, വാസ്തവത്തിൽ ഞങ്ങൾ പോകുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചാണ് പോകുന്നത്. കർത്താവിൽ ആശ്രയിച്ച് ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് അവരെന്തായാലും ഞങ്ങളെ ഇരുത്തി കഴിഞ്ഞ് കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഒട്ടും അടുക്കുന്നില്ല. സഹോദരി വളരെ കഠിനപ്പെട്ട് ഒരു തരത്തിലും ഇത് യോജിക്കുകയില്ല എന്നുള്ളത് തീർത്ത് മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. ആ സമയത്ത് ആ സ്വീകരണ മുറിയിലിരുന്ന് ഞങ്ങൾ വീണ്ടും ആരാധിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഞങ്ങളെപ്പോലും കാണാൻ സഹോദരി കൂട്ടാക്കാതെ അകത്തെ മുറിയിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഞാനും സണ്ണി ബ്രദറും സാബു ബ്രദറും കൂടെ കരം കോർത്ത് പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. സത്യം പറഞ്ഞാൽ ആ പ്രാർത്ഥനയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി അവിടെ നടന്നു. ഹൃദയങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തും എന്നുള്ളത് ഞങ്ങൾ അന്ന് മനസ്സിലാക്കി. സത്യത്തിൽ ബ്രദറെ അവിടെ സഹോദരിയുമായിട്ട് വീണ്ടും ഇറങ്ങി വന്ന് ഞങ്ങൾ സംസാരിച്ചു. സഹോദരി യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പുതുജീവിതം തുടങ്ങി. ഞങ്ങൾ ഇരുവരും വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് കയറിപ്പോയ സഹോദരി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പോയേക്കാമെന്ന് പറഞ്ഞു. അതെ ബ്രദറെ, ഞാൻ ടെൻറ്റിൽ തങ്കൂർ പ്രാർത്ഥിച്ച് വിട്ട് കഴിഞ്ഞ ഭവനത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം എന്തിലെന്തോ ഒന്ന് നടക്കുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര വൈരാഗ്യം കൂടിക്കൂടി വരിക. അങ്ങനെ വൈരാഗ്യം കൂടിക്കൂടി വന്ന് മനസ്സിലായി, തിരിച്ചറിയാൻ പറ്റി ബ്രദറെ. കാരണം ഞാൻ അവിടെ ഇരുന്നു, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അല്ലല്ല, എനിക്കത് ദൈവപ്രവൃത്തി നല്ലോണം നടന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇരിക്കുക. അപ്പോഴാണ് സാജുബേറും മറ്റു ബ്രദർമാരും കാറ് വന്ന് നിർത്തി. അന്നേരം ഞാൻ പറഞ്ഞു, ഇവർ എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അകത്തേക്ക് പോയി. ഇവർ കയറി വന്നു, അമ്മ അവരെ കയറ്റി ഇരിക്കുമ്പോഴും സാജുബേർ സഹോദരിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാജുമാരുടെ അടുക്ക വന്നപ്പോൾ ഞാൻ സാജുച്ചാൻ്റെ മുഖത്തേക്ക് നോക്കുന്നേ ഇല്ല. കാരണം എനിക്കത് വെറുപ്പ് വർദ്ധിച്ചു. അപ്പോൾ ഞാൻ സാജുബേറുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്കറിയാം സാജുബേർ, അന്ന് എനിക്കറിയത്തില്ല, അന്യഭാഷ ഇതറിയത്തില്ല. പക്ഷേ സാജുബേറും സണ്ണി ബ്രദറും എല്ലാം അന്യഭാഷയിലിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ സാജുബാറിൻ്റെ മുഖത്തോട് ഇരിക്കുമ്പോൾ സാജുബാർ ഓരോന്ന് പറയുമ്പോഴും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇല്ല ബ്രദറെ, എനിക്ക് ആലോചിക്കണം എന്ന് പറഞ്ഞു ഞാൻ പിന്നെയും അകത്തേക്ക് പോയി. എന്നിട്ട് തന്നെ ഒരു മുറിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു സിസ്റ്റർ പറഞ്ഞു, നീ ബൈബിൾ എടുത്ത് വായിക്കുക. അന്ന് വചനം ഒന്നും അറിയത്തില്ല. ഒന്നും അറിയാതെ ആയപ്പോൾ ഞാൻ ഈ വചനം എടുത്ത് വെറുതെ നോക്കി വായിക്കുമ്പോഴും ഒന്നും അറിയാൻ മേലാത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊന്നും എനിക്കറിയത്തില്ല എന്ന് ഞാൻ പിന്നെയും മടക്കി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെയും പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, ദൈവം പ്രവർത്തിക്കും എന്നുള്ള ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബ്രദറെ ഞാൻ പറയും, ഇന്ന് വരെ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മളെല്ലാം പ്രാർത്ഥിക്കും ഒരു ദൈവത്തോട്. പക്ഷേ ആ ദൈവം ആരാന്നോ, പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് എൻ്റെ ഹൃദയത്തിൽ ആരോ പറഞ്ഞു, നീ ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പം ബ്രദറെ ഞാൻ മുട്ടുകുത്തി. ആദ്യമായിട്ട് ഞാൻ മുട്ടുകുത്തി. അന്ന് ഒരു ഷോളോ എന്തോ ഉണ്ടായിരുന്നു എൻ്റെ തലയിൽ നിർത്തിട്ട് ഞാൻ മുകളിലോട്ട് പറഞ്ഞു, ദൈവമേ നീ എനിക്കിതിനൊരു മറുപടി തരണേ എന്ന് പറഞ്ഞപ്പോൾ ബ്രദറെ എനിക്കറിയാം ആരും ദൈവം പ്രവർത്തിക്കുന്നു. എൻ്റെ ഹൃദയത്തിന് എന്തോ ഒന്ന് പോയി. ഒരു ദൈവസ്നേഹം എന്നിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെൻ്റെ സാവുച്ചാനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെയും വന്ന് ഇവരുടെ മുന്നിൽ വന്ന് സാവുച്ചാൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വരാം,
എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം യേശു ക്രിസ്തു ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ വിശ്വാസത്താൽ അന്ന് ഇറങ്ങിയതാണ്. അന്ന് സത്യം അന്നേരം ഞങ്ങൾ പറയുന്നുണ്ട്, വേണമെങ്കിൽ സൗകരി അമ്മയും കൂടെ കൂട്ടിക്കോ, സൗകര്യക്ക് ഒരു ധൈര്യം. ഇത്രയും നാള് അകന്നു നിന്നല്ലേ, അപ്പോൾ സൗകര്യക്ക് ഒരു ധൈര്യം വേണ്ട. അതിന് വേണേൽ അമ്മയും കൂടെ കൂട്ടി സാബുപ്രൻ്റെ കൂടെ 2 ദിവസം അമ്മയും കൂടെ നിൽക്കട്ടെ. സൗകര്യം പറഞ്ഞു എനിക്കൊന്നും വേണ്ട. അപ്പൊ എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് അത് തിരിച്ചറിഞ്ഞു. സിസ്റ്ററെ, പല കുടുംബങ്ങളും തകർന്നിരിക്കുന്നത് ഹസ്ബൻഡ് ഓർക്കും ഇവളുടെ കുഴപ്പമെന്ന്. ഇതിന്റെ ഇടയിൽ ഒരു ദുഷ്ടൻ വലിയൊരു പ്രവൃത്തിയുണ്ട്. ഹൃദയം ഒന്നാകാതെ ഹൃദയത്തെ തമ്മിൽ കയ്പും വെറുപ്പും കൊണ്ട് നിറച്ച് അകറ്റുന്ന ഒരു ദുഷ്ടന്റെ മനുഷ്യർ വിചാരിക്കുന്നത് ഇവള് കാരണമല്ല, അവരുടെ സ്വഭാവത്തെ കാണുന്നുള്ളൂ. ഇതിന്റെ നടുക്ക് നിൽക്കുന്ന ഈ ഇരുട്ടിന്റെ ശക്തി. ഒരുമിച്ച് ജീവിക്കുമ്പം ഭാര്യ വിചാരിക്കുന്ന ഈ ഭർത്താവിൻ്റെ സ്വഭാവം ഒന്ന് മാറിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം നന്നായിരുന്നു. ഭർത്താവ് വിചാരിക്കുന്നത് ഈ ഭാര്യയുടെ സ്വഭാവം ഒന്ന് മാറിയിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം നന്നായിരുന്നു. അതല്ല വിഷയം. നടുക്ക് വരേണ്ട ആള് അതെ പോകണം. മനുഷ്യൻ തനിച്ചായിരിക്കുന്നത് നന്നല്ല എന്ന് കർത്താവ് പറഞ്ഞു. അത് തനിച്ചാക്കാനാണ് പിശാചിൻ്റെ ശ്രമം. അതിനു വേണ്ടിയിട്ട് ഒന്നായ ദൈവം ഒന്നാക്കിയവരെ വേർപിരിപ്പാനായിട്ട് പിശാച് കിടന്ന് വല്ലാതെ. സാജംബ്രദറിന്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ അസ്വാരസ്യങ്ങൾ മാറിയത് അന്ന് മീറ്റിങ്ങിന് അല്ലേ? ഞങ്ങൾ വിശ്വാസം, ഞാൻ യേശുവിൽ ആശ്രയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയ സമാധാനം വന്നത്. ഐക്യതയുടെ ഒരു ബന്ധം ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, അത് ഞങ്ങളുടെ ഉള്ളിലാണ് വരുന്നത്. വാസ്തവത്തിൽ പുറമേ നമ്മൾ ബുദ്ധിപൂർവ്വം എന്തെല്ലാം ചെയ്താലും അതൊന്നും നമ്മുടെ കുടുംബജീവിതത്തിൽ അത് ഫലപ്രദമാകത്തില്ല. എന്നാൽ യേശു ഞങ്ങളുടെ ഉള്ളിൽ വന്നപ്പോൾ എൻ്റെ ഹൃദയവിചാരം എൻ്റെ ജീവിത പങ്കാളിക്ക് നന്നായിട്ട് മനസ്സിലാകും. സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത്, അതിന് ഏറ്റവും നല്ലൊരു മീഡിയം എന്ന് പറയുന്നത് കർത്താവ്, യേശു, പരിശുദ്ധാത്മാവ്. എങ്കിലേ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്, അല്ലെ അത് ഞാനൊന്ന് മനസ്സിലാക്കണമല്ലോ നമുക്ക് തോന്നത്തുള്ളൂ. അത് ദൈവത്തിന്റെ ആത്മാവ് വന്നാലേ. പരസ്പരം ക്ഷമിക്കാനും ഉൾക്കൊള്ളാനും ഒന്നായി നിന്ന് ആ കുടുംബജീവിതം നയിക്കാനും ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇവിടെ 3 പേര് ഇരിക്കുന്ന കാണുന്നത്. പക്ഷെ ഇവരുടെ നടുവിൽ ഒരാൾ നിൽപ്പുണ്ട്. തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തു. അതേ ആൾക്കാർ ഇന്നും ചിലപ്പം കണ്ണാടിയെ കയറി ഇരിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. മോള് ചിരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് കണ്ണാടിയെ കയറി ഇരുന്നിട്ട് അതൊരു സംഭവം ആകുന്നില്ല. കാരണം ഇത് കണ്ടോ എന്ന് പറഞ്ഞ് നിന്ന ആളൊന്നും ആ വീട്ടിലില്ല, പിശാചില്ല, സാരമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക്. അപ്പോൾ ചിലരുടെ വിചാരം എന്നാന്നറിയോ, ഇവർ തമ്മിൽ ചില പൊരുത്തക്കുറവുണ്ട്, അല്ല ഇവർ തമ്മിൽ ചേരാഴിയുണ്ട്. അതല്ല വാസ്തവത്തിൽ, അതല്ല. ശേഷമാണ് ഈ കുഞ്ഞിനെ കർത്താവ് തന്നത്. ഓ, ഈ മോള് കർത്താവിന്റെ ദാനമാണ്, സമ്മാനം. ഇവര് തമ്മിൽ യോജിച്ചതിന് ദൈവം കൊടുത്തൊരു നല്ല ഗിഫ്റ്റാണ്. മോളൊന്നും അറിഞ്ഞില്ല. മോള് ജനിച്ചപ്പോൾ മുതലൊരു സ്വർഗത്തിലാണ്. ഇന്ന് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് എൻ്റെ ഭവനമാണ്. അതെ, വീട് ഒരു സ്വർഗമായി, നരകമായിരുന്ന ഭവനം സ്വർഗമായി മാറ്റപ്പെട്ടു. യേശു ഇതിനാ വന്നത്. നോക്കൂ, എൻ്റെ കൂടെ 2 സഹോദരന്മാർ, അഡ്വക്കേറ്റ് സാജൻ ബ്രദർ അനേക പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കി. എന്നാൽ തൻ്റെ ഭവനത്തിൽ അസ്വസ്ഥതയായിരുന്നു. യേശു വന്നപ്പോൾ ആ വീട് ഒരു സ്വർഗമായി. ഇന്ന് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ശുശ്രൂഷകനായത് അദ്ദേഹത്തിൻ്റെ ഭവനം ഒരു സ്വർഗമായി തീർന്നു. എൻ്റെ ഭവനം ഒരു നരകമായിരുന്നു, അതൊരു സ്വർഗമായി. ഇതാണ് മിഷൻ മന്ത്സ്. ഇതാണ് ഞങ്ങളുടെ മിഷൻ. ക്രിമിനലുകളെ നല്ല പൗരന്മാരാക്കുക, ഒരു ഭർത്താവിനെ നല്ല ഭർത്താവാക്കുക, ഒരു ഭാര്യയെ നല്ല ഭാര്യയാക്കുക, നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ രാജ്യത്തിന് കൊള്ളാവുന്ന പൗരന്മാരാക്കുക. ഇതാണ് യേശുവിൻ്റെ മിഷൻ. ഒരു മതപ്രചരണമല്ലിത്. ഒരു മതത്തിൻ്റെ വേഷം നമ്മളെ കെട്ടിക്കാനല്ല യേശു വന്നത്, മറിച്ച് നമ്മളെ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ. ഈ മിഷൻ മന്ത്സിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് പറയുന്നത്, ഈ മിഷൻ മന്ത്സിൽ നിങ്ങളെല്ലാവരും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങൾ നമ്മൾ മിഷൻ മന്ത്സായിട്ട് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഈ കാര്യങ്ങൾ എടുക്കുന്ന ഈ ക്യാമറാസ് എല്ലാം 10 വർഷം പഴകിയ ക്യാമറകളാണ്. ഈ സുവിശേഷം ലോകം അറിയണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്കൊരു നല്ല സ്റ്റുഡിയോ ക്യാമറ, അതുപോലെ നമ്മുടെ പഴയ പല സാക്ഷ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചത് നഷ്ടപ്പെട്ടു പോയി. അതെല്ലാം വീണ്ടും ആർക്കൈവ്സ് ചെയ്ത് റിട്രൈവ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാകണം. ഈ സുവിശേഷം ലോകം മുഴുവൻ നമുക്കറിയിക്കണം.
ഒരു സ്വർഗീയ വിരുന്നിനെ പറയാനല്ല ഞങ്ങൾക്കിഷ്ടം. ഞങ്ങളുടെ ആരുടെയും ശ്രേഷ്ഠത പറയാനും താല്പര്യമില്ല. ഒരു കർത്താവായ യേശു ജീവിക്കുന്നു. ആ യേശു ആരെയും ഒരു മതത്തിൻ്റെ വേഷം കെട്ടിക്കാൻ വന്നതല്ല, ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ, സ്വർഗീയ ഭവനങ്ങളാക്കാനാണ് വന്നത്. ഈ മിഷനിൽ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോയി. ഇന്ന് പ്രാർത്ഥിക്കുന്ന 2 കാര്യത്തിന് ഞങ്ങൾ കർത്താവിൻ്റെ ദാസന്മാരും ഞാനും ഈ കുടുംബം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഒന്ന്, ഈ ദിവസങ്ങൾ നമ്മൾ മിഷൻ മന്ത്സ് ആണല്ലോ. ഈ മിഷൻ മന്ത്സിൽ ഇനിയുള്ള അടുത്ത നാളുകളിൽ പല TV പ്രോഗ്രാമുകളിലൂടെ, പല മീറ്റിങ്ങുകളിലൂടെ അനേകർ ഈ യേശുവിനെ അറിയണം. ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന, വ്യക്തികളെ മാറ്റുന്ന ഈ സന്ദേശം എത്തുവാൻ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ഒന്ന്, മിഷൻ മന്ത്സിലത്. 2, ഈ മിഷൻ മന്ത്സിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കണം ഈ മാസങ്ങളിലെ മിഷൻ മന്ത്സ് വഴി. അപ്പം നിങ്ങളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ മിഷൻ മന്ത്സിൽ നിങ്ങളേവരും ബന്ധപ്പെടാം. ഈ കാണുന്ന നമ്പർ അതിനുവേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ വിളിക്കണം, ഇപ്പോൾ തന്നെ വിളിക്കണം. എങ്ങനെ നമുക്കൊന്നിച്ച് ഈ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാം, നിങ്ങൾക്ക് എങ്ങനെ മിഷൻ മന്ത്സിൽ സഹകാരികളാകാം, ഈ നമ്പറിൽ വിളിക്കുക. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മളുടെ ഈ TV മിനിസ്ട്രി അടുത്തൊരു ലെവലിലേക്ക് വരുവാൻ, അനേകർ വിടുതലാകുവാൻ, മാത്രമല്ല ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങളിൽ മാറ്റം സംഭവിക്കണം. ചില ഭർത്താക്കന്മാരുടെ ഹൃദയം രൂപാന്തരപ്പെടണം. ഭാര്യമാരുടെ ഹൃദയം ഈ സിസ്റ്റർ സൂസനെ പോലെ, ഈ ബ്രദർ സാബുവിനെ പോലെ ഭർത്താക്കന്മാരുടെ ഹൃദയം രൂപാന്തരപ്പെട്ട കയ്പുകൾ അലിയണം. ക്രിസ്തു ആ ഭവനങ്ങളിലേക്ക് വരണം. നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിൽ തന്നെ ഒന്നിരുന്ന്, ഞാൻ വിശ്വസിക്കുന്ന ഒരു വീട്ടിലൊരു കുഞ്ഞു പൈതൽ എൻ്റെ പപ്പായുടെയും മമ്മിയുടെയും കാര്യത്തിൽ വേദനിക്കുന്നെങ്കിൽ, യേശുവേ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കർത്താവ് വരും. അകന്നിരിക്കുന്ന കുടുംബങ്ങൾ, ഇവരെ പോലെ കുടുംബ കോടതിയിൽ കേസായിരുന്നവർ ഇന്ന് വിടുതലാവും. മാത്രമല്ല ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ, ലോകമെങ്ങും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക. പ്രത്യേകിച്ച് കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാബു ബ്രദറിനെ, കുടുംബത്തെ ഒന്നാക്കിയ ദൈവം ഹൃദയങ്ങളിൽ നിന്ന് കയ്പുകളെ മാറ്റി ഭർത്താവിനെയും ഭാര്യയെയും ഒന്നാക്കി, അവർ മേലാൽ 2 അല്ല 1 അത്രയെന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം അത് അവരുടെ ജീവിതങ്ങളിൽ നിറവേറ്റപ്പെടട്ടെ. ആ കയ്പ് കൊണ്ടിടുന്ന ദുഷ്ടനെ, ആ പൈശാചിക പ്രവർത്തനങ്ങളെ ദൈവദാസന്മാരാകുന്ന ഞങ്ങൾ ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇപ്പോൾ തന്നെ ഭവനങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, പരസ്പര സ്നേഹമുണ്ടാകട്ടെ, വിശ്വാസവും വിശ്വസ്തതയും കൊണ്ട് ഹൃദയങ്ങൾ നിറയട്ടെ. കർത്താവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ ഇന്ന് സൗഖ്യമാകണം. കർത്താവെ, മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ, വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ. സന്ധികളിൽ വാതരോഗം മൂലം വേദനയാൽ ഭാരപ്പെടുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണുകൾക്ക് കാഴ്ച തകരാർ മാറ്റി കണ്ണുകളെ തുറക്കുന്നതിനായി നന്ദി പറയുന്നു. ചെവികൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങളെ ഞങ്ങൾ അഴിക്കുക. ക്യാൻസർ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി, സ്തോത്രം. അപ്പോൾ തന്നെ ഞങ്ങൾ ചേർന്ന് മിഷൻ മന്ത്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ മാസങ്ങൾ കർത്താവെ, ഞങ്ങളുടെ TV മിനിസ്ട്രിക്ക് വേണ്ടി ലോകമെങ്ങും കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനിയും അനവധി ഭാഷകളിൽ, ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഈ യേശുവിൻ്റെ സ്നേഹം അറിയിക്കുവാൻ, അനേക ഭാഷകളിലേക്ക് പ്രോഗ്രാമുകൾ വരുവാൻ. അപ്പോൾ തന്നെ കർത്താവെ, അടുത്ത നാളുകളിൽ പല സ്ഥലത്ത് വലിയ മീറ്റിങ്ങുകൾ, TV പ്രേക്ഷക മീറ്റിങ്ങുകൾ, പബ്ലിക് മീറ്റിങ്ങുകൾ ഒക്കെ നടക്കുവാൻ, അനേക തകർന്ന കുടുംബങ്ങളും വ്യക്തികളും വിടുതലാകുവാൻ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, ഈ മിഷൻ മന്ത്സിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ TV മിനിസ്ട്രിക്ക് ആവശ്യമായ എല്ലാ എക്യുപ്മെൻസും, ക്യാമറാസും, എഡിറ്റിംഗ് സ്യൂട്ടുകളും, അതുപോലെ കർത്താവെ ഞങ്ങളുടെ സ്റ്റുഡിയോ, ഇതെല്ലാം അതിനെല്ലാം മുഴുവൻ വഴികളും മുഖാന്തരങ്ങളും കർത്താവ് ഒരുക്കണം. അനേക ഹൃദയങ്ങളെ തുറക്കണം. ഞങ്ങളെല്ലാവരും ചേർന്ന് ഒന്നിച്ചതിനെ നൽകുവാനും, അങ്ങനെ ഇതിലൂടെ വലിയൊരു അനുഗ്രഹം അടുത്ത നാളുകൾ ഉണ്ടാകുവാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളോടും പറയട്ടെ, ബ്രദർ സാബുവിനെയും സിസ്റ്റർ സൂസനെയും ഒന്നിച്ച് യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഭവനത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന ഭർത്താക്കന്മാരോട് ഞാൻ പറയട്ടെ, ഇല്ല, തകരില്ല, നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും ക്രിസ്തുവിൽ. എന്നെ കേൾക്കുന്ന ഭാര്യമാരോട് ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇനി ദുഃഖത്തിലാകാൻ പാടില്ല. നിങ്ങളുടെ ഭവനം ഒരു സ്വർഗമായി തീരും. മാത്രമല്ല, നമ്മൾ കേട്ടതുപോലെ നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കാൻ യേശു പോയിരിക്കുകയാണ്. യേശു കർത്താവിന് ഹൃദയം കൊടുത്ത ഒരു വ്യക്തിയും നഷ്ടപ്പെടത്തില്ല. അവർക്ക് നിത്യസ്വർഗം
കർത്താവ് നൽകും സൗജന്യമായി. സോ നിങ്ങളുടെ വീട് സ്വർഗമാകട്ടെ, സ്വർഗം നിങ്ങളുടെ വീടാകട്ടെ. യേശു മുഖാന്തരം ഞങ്ങൾ ചേർന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ആമേൻ. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് ജൂലൈ 31 വരെ. വിളിക്കുക 9447356682. ഞങ്ങൾക്ക് 10 വർഷത്തോളം കുട്ടികളില്ലാതിരിക്കുമായിരുന്നു. ചികിത്സിക്കാനായിട്ട് ഞങ്ങൾ ടെസ്റ്റ് ട്യൂബ് ബേബി സെൻറ്റർ വരെ പോയി. വ്യാഴാഴ്ച രാവിലെ സൂര്യ TV പ്രോഗ്രാം കണ്ടു. തോമസ് ബ്രദർ പറഞ്ഞു അസുഖമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം എൻ്റെ ബ്ലീഡിങ് നിന്നു. 4-ാമത്തെ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് കോട്ടയത്ത് വന്നു. ഞങ്ങളിവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ മുഴ 2 അപ്രത്യക്ഷമായിരുന്നു. യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ് ജൂലൈ 31 വരെ. വിളിക്കുക 9447356682. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് ജൂലൈ 31 വെള്ളി. ആതിര DD ഓഡിറ്റോറിയം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണിൽ ഓഗസ്റ്റ് 7 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. ബെദേസ്ത കൺവെൻഷൻ ഗ്രൗണ്ട്, കീരിക്കുഴി റോഡ്, തുമ്പമൺ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പത്തനംതിട്ടയിൽ ഓഗസ്റ്റ് 8 ശനി. അബാൻ ആർക്കേഡ്, അബാൻ ജംഗ്ഷൻ, കുമ്പഴ റോഡ്, പത്തനംതിട്ട. ശുശ്രൂഷ രാവിലെ 10-ന്. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. तूने हमको सिखाए प्रेम की परिभाषा को, प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति.